ഞാനൊരു ബിഗിനർ ആയതുകൊണ്ട് എനിക്കിതിന് മുന്നേ ട്രേഡിൽ വലിയൊരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തെറ്റാണ്, ട്രേഡ് തെറ്റാണ്. അതുവഴി പോകാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഈ കോഴ്സ് എടുത്താൽ മതി. ഞാൻ ബ്രോന്റെ അടുത്തൊന്ന് പറഞ്ഞില്ലായിരുന്നോ? ട്രേഡിംഗ് എന്ന് പറഞ്ഞ എന്തോ ഒരു സംഭവമായിട്ടായിരുന്നു ഞാൻ കണ്ടത്. അത് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നല്ല സപ്പോർട്ടാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ എന്റെ ഇതിൽ എന്തോ ഒരു വലിയ ഇതിലാണ് കണ്ടത്. പിന്നെ പ്രാക്ടീസ് വേണമെന്നുള്ള മാത്രമേ ഉള്ളൂ. പെട്ടെന്നൊരു ദിവസം ഒന്നും ഉണ്ടാവാൻ പറ്റില്ല. എങ്കിലും പ്രാക്ടീസ് ചെയ്ത് എന്തായാലും നമ്മൾ പ്രോഫിറ്റിലേക്ക് എത്തും. ട്രേഡിംഗ് ചെയ്യണം എന്നുള്ളത് വന്നപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ കുറെ ആളുകൾ വരുമല്ലോ, അങ്ങനെ വന്ന് അതിൽ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നാൻ കാരണം സാറിന്റെ ഒരു കോൺഫിഡൻസോടുള്ള ഒരു സംസാരമാണ്. നല്ല സപ്പോർട്ട് അഭിബ്രോ, നല്ല സപ്പോർട്ടാണ്. ബ്രോ, നമുക്കിപ്പം ചില ആൾക്കാർ ചോദിക്കാറില്ല 50,000 രൂപയുടെ കോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഈ 9 മണിക്കൂറിനാണോ നിങ്ങൾ 50,000 രൂപ വാങ്ങുന്നത്? അതിലെന്തായാലും ആ ചോദ്യത്തിന് പ്രസക്തി തോന്നുന്നുണ്ടോ ബ്രോന്? ആ ഈ ഒരു ചോദ്യത്തിൽ പ്രസക്തി ഇല്ല. എന്താ വെച്ചാല് ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ 9 മണിക്കൂറിന്റെ കോഴ്സ് ആണെങ്കിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ഒരു സമയം എടുക്കുന്നുണ്ട്. അത് മാത്രമല്ല എല്ലാം കൂടെ അതിൽ ഒത്തു വരുന്നുണ്ട്. മൊത്തത്തിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് കോഴ്സ് ഉള്ളത്. ആർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ ട്രൂ സെൻസിന്റെ TMC കോഴ്സ്? എങ്ങനെ ഉണ്ടായിരുന്നു? കോഴ്സ് അടിപൊളിയാണ്. ഞാനൊരു ബിഗിനർ ആയതുകൊണ്ട് എനിക്കിതിന് മുന്നേ ട്രേഡിൽ വലിയൊരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തെറ്റാണ്, ട്രേഡ് സെറ്റാണ്. നമ്മൾ എത്ര വിചാരിച്ചതിനേക്കാളും ടൈം എടുത്ത് ബ്രോ ഓക്കെ. ഒരു ബിഗിനർ സ്റ്റേജിൽ നിന്ന് ഒന്ന് മാറാൻ വേണ്ടിയിട്ട്, ഈ ഒരു കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്? ഒരു 2 മാസത്തിനടുത്ത് 2 മാസം എടുത്തിട്ടില്ല. അപ്പത്തേക്ക് ഏകദേശം ഒരു ഐഡിയ ആയിട്ടുണ്ട്. മാർക്കറ്റിൽ അപ്ലൈ ചെയ്ത് നോക്കിയോ? ട്രേഡ് ഇപ്പം ഡെമോയിലായാലോ അല്ല ലൈവിലായാലോ, ചില ലൈവ് മാർക്കറ്റിൽ ചെയ്ത് നോക്കിയോ? ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് എടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? വർക്കിംഗ് ആണോ? ലൈവിലേക്ക് ലൈവ് മാറാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ TMC വർക്കിംഗ് ആണോ? വർക്കിംഗ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ അതുപോലെ തന്നെ ബ്രോ, ഒരുപാട് വേറെയും കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബ്രോ എന്തുകൊണ്ടായിരുന്നു ട്രൂസെൻസിനെ ചൂസ് ചെയ്തത്? വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചതാ. എന്തുകൊണ്ടാണെന്നാണോ? യെസ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഞാൻ ഒരുപാട് ആഡുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പൊ ട്രേഡിംഗ് ചെയ്യണം എന്നുള്ളത് വന്നപ്പോ ഞാൻ ഇൻസ്റ്റയിലെ കുറെ ആഡുകൾ വരുമല്ലോ, അങ്ങനെ വന്ന് അതില് കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നാൻ കാരണം സാറിന്റെ ഒരു കോൺഫിഡൻസോടുള്ള ഒരു സംസാരമാണ്. ആഹാ. അതാണ് ഒന്നുകൂടെ ആ അത് ഇത് എന്തുകൊണ്ടാന്ന് ഇപ്പം എടുക്കണം ബ്രോന് തോന്നിയത്. മനസ്സിലായിട്ടുണ്ടാവില്ല. അതുണ്ട് ഓക്കെയാണ്. ഓക്കെ. പിന്നെ ഞാൻ ഒരു തവണ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓ, കോഴ്സ് ചെയ്യുന്നതിന്റെ മുന്നേ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു സാറിനെ. ഓർമ്മയുണ്ട്. മറന്നുപോയിട്ടുണ്ട്. ഇല്ല 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 ഇല്ല. ഓർമ്മയുണ്ട്. പിന്നെ അതുകൊണ്ടല്ല ഞാൻ ചോദിച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയുണ്ട് സപ്പോർട്ട്? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ ട്രേഡേഴ്സിന്റെ ഭാഗത്ത് നിന്നുള്ള സപ്പോർട്ട്? നല്ല സപ്പോർട്ട് അഭിബ്രോ, നല്ല സപ്പോർട്ടാണ്. സംശയങ്ങളൊക്കെ എപ്പോഴായാലും ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടോ? ഫ്രണ്ട്ലി ആയിരുന്നോ ആള്? ആളൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഫ്രണ്ട്ലി ആണ്. അല്ലാതെ ഞാൻ കോൾ ചെയ്തപ്പോഴൊക്കെ നല്ല രീതിയിൽ തന്നെയാണ്. അത് അടിപൊളിയാണ്. ഓക്കെ. പിന്നെ എപ്പോ അതുപോലെ വേണമെങ്കിലും തന്നെ വിളിക്കുക. യാ, ഗുഡ് ഗുഡ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എല്ലാവരുടെ അടുത്തും, ഞാൻ ബ്രോന്റെ അടുത്തും സംസാരിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊരു പ്രൊസീജിയർ ഉണ്ട്, നമുക്കൊരു വേ ഉണ്ട്. ഇത് നമ്മൾ പഠിച്ച വേ ആണ്. അതുവഴി പോകാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഈ കോഴ്സ് എടുത്താൽ മതി. ഞാൻ ബ്രോന്റെ അടുത്തൊന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇത് എടുത്താൽ മതി എന്നുള്ളത്. കാരണം വെച്ചാൽ ചില ആൾക്കാർ, ഇപ്പൊ ഒന്ന് രണ്ടാൾക്കാരെ ഈ പറഞ്ഞ പോലെ തന്നെ അയ്യോ ഇതിന് റിസൾട്ട് ഇല്ലല്ലോ എന്ന് പറയുന്നു. നോക്കുമ്പോഴത്തേക്ക് അവര് SMC പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും മനസ്സിൽ SMC തന്നെ വെച്ചോണ്ട് നിൽക്കുക. അപ്പൊ അതും ഇതും കൂടി മിക്സ് ചെയ്ത് ട്രേഡ് ചെയ്തിട്ട് എൻട്രി കിട്ടുന്നില്ല എന്ന് കംപ്ലൈന്റ് പറയുന്നവർ. അപ്പൊ ആൾക്കാരുടെ അടുത്ത് നമ്മൾ എപ്പോഴും പറയും, നമുക്കൊരു എന്താ പറയാ, ഭയങ്കര ഒരു സന്തോഷമാണ് നിങ്ങൾക്കൊക്കെ ഇപ്പൊ ഇത്രയും റിസൾട്ട് കാര്യങ്ങളൊക്കെ കിട്ടും, നമുക്ക് മാത്രം നമ്മൾ പഠിപ്പിച്ചിട്ട് ആൾക്കാർക്കും കൂടി കിട്ടുന്നുണ്ട് എന്നെല്ലാം പറയുമ്പോൾ ഭയങ്കര ഹാപ്പി അല്ലേ? എങ്ങനെയുണ്ട്? പ്രാക്ടീസ് ചെയ്യാതെ ഇത് വെറുതെ പഠിച്ചിട്ട് കാര്യമുണ്ടോ ബ്രോ? നമ്മൾ പറഞ്ഞ മാതിരി ഇല്ല, കേൾക്കാണ്ടിരുന്നാല്? അത് നടക്കില്ല. പ്രാക്ടീസ് ചെയ്യുന്നതാണ്. എക്സാക്ട്ലി. നമ്മൾ പറഞ്ഞ വഴി പോയിട്ടില്ല, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ റിസൾട്ട് കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. അത്രേ ഉള്ളൂ ബ്രോ. പറയുന്ന കാര്യങ്ങൾ അതങ്ങനെ തന്നെ ചെയ്താൽ മതി. ഓക്കെ. പിന്നെ അതുപോലെ ബ്രോ, നമുക്കിപ്പം ചില ആൾക്കാർ ചോദിക്കാറില്ല 50,000 രൂപയുടെ കോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഈ 9 മണിക്കൂറിനാണോ നിങ്ങൾ 50,000 രൂപ വാങ്ങുന്നത്? അതിലെന്തായാലും ആ ചോദ്യത്തിൽ പ്രസക്തി തോന്നുന്നുണ്ടോ ബ്രോന്? ആ ഈ ഒരു ചോദ്യത്തിൽ പ്രസക്തി ഇല്ല. എന്താ വെച്ചാല് ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ 9 മണിക്കൂറിന്റെ കോഴ്സ് ആണെങ്കിൽ തന്നെ നമ്മളത് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു സമയം എടുക്കുന്നുണ്ട്. ആ, അത് മാത്രല്ല എല്ലാം കൂടെ അതിൽ ഒത്തു വരുന്നുണ്ട്. മൊത്തത്തില് വളരെ സിമ്പിൾ ആയിട്ടാണ് കോഴ്സ് ഉള്ളത്. ആർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ്. അതായത് വെരി ഗുഡ്. പിന്നെ ഇതൊക്കെയാണ്. അതുപോലെ ബ്രോ, പിന്നെ ഞാൻ വെറുതെ ഒന്ന് ചോദിക്കാം, പക്ഷേ നമുക്കിപ്പം പുതിയ ഒരുപാട് ആൾക്കാർ പഠിക്കാൻ വേണ്ടിയിട്ട് വരുമല്ലോ, ബിഗിനേഴ്സും. കൂടുതൽ ബിഗിനേഴ്സാ വരുന്നത്. പിന്നെ കുറെ കോഴ്സിന് പോയിട്ട് റിസൾട്ട് കിട്ടാത്ത, സപ്പോർട്ട് കിട്ടാത്ത ആൾക്കാരൊക്കെ വരുമല്ലോ. സോ അവരുടെ അടുത്ത് ബ്രോന് ട്രൂസൻസിന് സജസ്റ്റ് ചെയ്യുമോ? അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ട്രൂസൻസിന് സജസ്റ്റ് ചെയ്യുന്നു? അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ഒരു ഗൈഡൻസോ അഡ്വൈസോ എന്തെങ്കിലും ഉണ്ടായിരുന്നു ബ്രോ? യുവർ വേർഡ്സ്. ആ എന്റെ അടുത്ത് തന്നെ ഇപ്പോ ഇൻസ്റ്റയില് ഞാൻ ട്രൂ സെൻസ് ഫോളോ ചെയ്തിട്ട് തന്നെ ഒന്ന് രണ്ട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ട്രൂ സെൻസിലെ സ്റ്റുഡന്റ് ആണോ, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരാള് ഞാൻ ഓക്കെ പറഞ്ഞിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആഹാ. ഒരു പേര് എനിക്ക് മറന്നുപോയി. ആ എന്നെ കോണ്ടാക്ട് ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ അത് ശരി. ആൾക്കൊരു ഡൗട്ട്, ഈ TMC സ്ട്രാറ്റജി ഓക്കെ ആണോ, വർക്കിംഗ് ആണോ? ആള് സ്റ്റോക്കിൽ ട്രേഡ് ചെയ്ത ഒരാളാണെന്ന് തോന്നുന്നുണ്ട്.
ഞാൻ പറഞ്ഞു ഓക്കെയാണ്, ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി വരുന്നുണ്ട്, ലാസ്റ്റ് ഒരു സെക്ഷൻ ഒക്കെ ഉള്ളൂ. അപ്പൊ ആള് ഒരാഴ്ച മുന്നേറ്റ ജോയിൻ ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഞാൻ എല്ലാവർക്കും എന്തായാലും റെഫർ ചെയ്യും. ഓക്കെ, വെരി ഗുഡ്. അവരുടെ അടുത്ത് എന്താണ് ഒരു ഉപദേശം കൊടുക്കാനുള്ള ബ്രോന് ചേരുന്നവരുടെ അടുത്ത് എന്തുകൊണ്ട് ട്രൂസൻസിന് എടുക്കണം എന്ന് ചോദിച്ചാല്? എന്തുകൊണ്ട് എടുക്കണം എന്ന് ചോദിച്ചാല് എന്റെ ഒരു അഭിപ്രായത്തില് ട്രേഡിംഗ് എന്ന് പറഞ്ഞ എന്തോ ഒരു സംഭവമായിട്ടായിരുന്നു ഞാൻ കണ്ടത്. അത് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നല്ല സപ്പോർട്ടാണ്. അത് ഇത്രയും വെച്ച് സിമ്പിൾ ഓക്കെയാണ്. ആണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ബ്രോ ഇവിടെ വരുന്നതിന് മുന്നേ? അല്ല, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ എന്റെ ഇതില് എന്തോ ഒരു വലിയൊരു ഇതിലാ കണ്ടത്. പിന്നെ പ്രാക്ടീസ് വേണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പെട്ടെന്നൊരു ദിവസം ഒന്നും ഉണ്ടാവാൻ പറ്റില്ല. എങ്കിലും പ്രാക്ടീസ് ചെയ്ത് എന്തായാലും നമ്മൾ പ്രോഫിറ്റിലേക്ക് എത്തും. അതുറപ്പാ. നല്ലത്. പിന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. അതുപോലെ ബ്രോ, സ്റ്റുഡൻസ് എല്ലാവരും സ്ക്രീൻഷോട്ട് കാര്യങ്ങൾ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നുണ്ട്. സോ കോഴ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് സക്സസ്ഫുള്ളി നിങ്ങളുടെ പ്രോഫിറ്റ് ഷെയറും നമുക്ക് ആവശ്യമുണ്ട്. സോ എന്ന് വെച്ചാല് പ്രോഫിറ്റബിൾ ആകാൻ അത്രയും പെട്ടെന്ന് തന്നെ ലൈവ് അക്കൗണ്ടില്. ഓക്കെ, ഓക്കെ. വിഷ് യു ഓൾ ദ പ്രോഫിറ്റിലാവാം. വെരി ബെസ്റ്റ്. സെറ്റ് ആക്ക് ബ്രോ. ഓക്കെ ബ്രോ, താങ്ക് യു. ബൈ.